അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രസ്താവന നടത്തും. NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി മറ്റ് സമുദായ മാനേജ്മെന്റുകൾക്കും ഉറപ്പാക്കും എന്നതാണ് പ്രസ്താവനയുടെ ഉള്ളടക്കം. ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. സുനുഷ ഇല്ലൂരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ക്രൈസ്തവ സഭകൾക്കും മറ്റു മാനേജ്മെന്റുകൾക്കും സന്തോഷകരമായ വാർത്തയുമായി സുനുഷ ഇല്ലൂർ. വെരി ഗുഡ് മോർണിംഗ് സുനുഷ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി 300 ചട്ടപ്രകാരം പ്രസ്താവന നടത്തും. പ്രസ്താവന മാത്രമല്ല, അതിനുശേഷം നടപടി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ഈ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് അവർക്ക് നടത്തിയിരിക്കുന്ന അപ്പോയിന്റ്മെന്റുകൾക്കെല്ലാം അപ്രൂവൽ നൽകുക, അതിന്റെ ഭാഗമായിട്ടല്ലേ ഇന്നിപ്പോൾ ചട്ടപ്രകാരമുള്ള ഈ പ്രസ്താവന? കോടതി വിധിയെ മറികടന്ന് ക്രൈസ്തവ സമുദായങ്ങളുടെ പ്രതിഷേധത്തെ അതിജീവിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല, അല്ലേ സുനിഷ? ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഒരു നടപടി എടുത്തല്ലേ പറ്റൂ എന്നുള്ളതാണ്. ഒന്ന് തിരഞ്ഞെടുപ്പ് അടുത്തൊരു പശ്ചാത്തലം കൂടിയാണ്. ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ പല ഭാഗങ്ങളിലും ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു തീരുമാനം എടുത്തേ മതിയാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചട്ടം 300 പ്രകാരം ഏതായാലും പ്രത്യേക പ്രസ്താവന ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ നടത്താൻ പോവുകയും ചെയ്യുന്നുള്ളത്. പ്രധാനമായും ഇത് തന്നെയാണ്. NSSന് മാത്രം എങ്ങനെ ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ആശയക്കുഴപ്പം ഒരു വശത്ത് എല്ലാ മാനേജ്മെന്റുകളിലും നടപ്പാക്കുന്നതിലുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ സഭ പലതവണ ആവർത്തി പറഞ്ഞതാണ്. സത്യവാങ്മൂലം നൽകുന്നതടക്കം സുപ്രീം കോടതിയിൽ മറ്റ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി കൂടി സംസാരിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം അത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു. മറ്റ് അധ്യാപകരുടെ അടക്കം നിയമനം നടക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അത് വ്യാപകമായി ഉയരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് പല ഭാഗങ്ങളിലായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇവരെ അനുനയിപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും എല്ലാ സമുദായക്കാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഏതായാലും മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഈ പ്രമേയത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രസ്താവനയുടെ ഉള്ളടക്കം തന്നെ പറയുന്നതും അത് തന്നെയാണ്. അതായത് NSSന് മാത്രം ബാധകമാക്കുന്നു അല്ലെങ്കിൽ NSSന് മാത്രം നടപ്പാക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. അതുകൊണ്ട് തന്നെ എല്ലാ സമുദായക്കാരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടി മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ ഈ സത്യവാങ്മൂലം നൽകിയതടക്കം ഈ അധ്യാപക സംഘടനകളടക്കം പ്രതിഷേധവുമായി എത്തിയതോടുകൂടി അല്ലെങ്കിൽ ഈ സുപ്രീം കോടതിയിൽ എതിർപ്പ് അറിയിച്ചതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമായത് എന്നുള്ളതായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അതിനെതിരെയും പ്രതിഷേധമുണ്ട്. ഏതായാലും ഇന്ന് പ്രസ്താവന പുറത്തിറക്കുന്നതോടുകൂടി ഈ സമുദായക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് എല്ലാ സമുദായക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും ഇത് ബാധകമാക്കുന്ന തരത്തിലായിരിക്കും തീരുമാനം എന്നുള്ളത് തന്നെയാണ് അരുൺ. ഓക്കെ, ചില പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഈ ഭിന്നശേഷി അധ്യാപക നിയമനത്തിലെ പ്രശ്നം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിന് 4% സംവരണം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. ഇതുപ്രകാരം എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്ക് വേണ്ടി ആ സീറ്റുകൾ മാറ്റിവെക്കണം. ആ 4% മാറ്റിവെച്ച് അതിലെ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടി വരും. അങ്ങനെ നടത്തേണ്ടി വരുമ്പോൾ ചില സീറ്റുകളിൽ ചില വിഷയങ്ങളിൽ യോഗ്യരായ അധ്യാപകരെ കണ്ടെത്താൻ പറ്റാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ NSS മാനേജ്മെന്റ് കോടതിയിൽ പോയി. കഴിഞ്ഞ എനിക്കൊന്ന് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ 2025 ഏപ്രിൽ മാസത്തിൽ അനുകൂലമായിട്ടൊരു വിധി NSSന് കിട്ടി. അപ്പോൾ NSSന് അവർ നടത്തിയ ബാക്കി നിയമനങ്ങൾ സാധൂകരിച്ചു കൊടുത്തു. പക്ഷേ ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകളടക്കം മറ്റ് സമുദായ മാനേജ്മെന്റുകളിൽ മറ്റ് അധ്യാപകരുടെ നിയമനം ഇതുമൂലം അവതാളത്തിലായി. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് ആ തസ്തികയിലേക്ക്, ആ ഉദ്യോഗാർത്ഥികളിലേക്ക് അവർക്ക് അതിൽ മറ്റ് ജനറൽ റിക്രൂട്ട്മെന്റിൽ നിന്ന് നിയമനം നടത്തി മുന്നോട്ട് പോവാം. ഇതായിരുന്നു വിഷയം. പക്ഷേ ഈ കോടതി വിധി അവിടെ കിടക്കുന്നത് കൊണ്ട് അതൊരു തടസ്സമാണ്. അപ്പോൾ സർക്കാരിന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി മറികടന്നുകൊണ്ട് ഒരു നിയമനം നൽകാൻ പറ്റില്ല. അതിന് കോടതിയുടെ ഒരു അനുമതി വാങ്ങണം. പക്ഷേ കോടതി അനുമതി വാങ്ങാൻ പോയത് അല്പം വൈകിട്ടാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും ആ കാര്യത്തിൽ സർക്കാർ കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ഇപ്പോൾ അതും പോരാഞ്ഞിട്ട് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചട്ടം 300 പ്രകാരം പ്രസ്താവനയും നടത്തും. അതാണ് സംഭവം.